നമ്മുടെ പുതിയ ഇഡ്ഡലി ചട്ടി ഉദ്ഘാടനം ചെയ്യാൻ പോകും കേട്ടോ. കഴുകി വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഉദ്ഘാടനം ചെയ്യാം. നമ്മൾ ഇന്നലെ മറ്റേ ഉരുളിയിൽ എന്ത് ചെയ്തു, ഇറച്ചിക്കറി വെച്ചു. ഇന്ന് നമ്മൾ ഇതിൽ ഇഡ്ഡലി ഇടാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ മാവൊക്കെ റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇടാം. അതിൻ്റെ ഇടയ്ക്ക് തിരുമ്പാനിട്ടിട്ടുണ്ട്. ഇഡ്ഡലി നമുക്ക് ഇത് ആവിയിലിങ്ങനെ വെച്ച ശേഷം നമുക്ക് ചമ്മന്തിയും കൂടെ അരക്കണം കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് എന്തായാലും പെട്ടെന്ന് വേഗം ഓരോ പണികൾ ചെയ്യും. അതല്ല ഒന്ന് ചെയ്ത് പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് അങ്ങനെ ആകുമ്പോൾ പണികൾ ഇങ്ങനെ നീണ്ടു പോകും സമയം ഒരുപാട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി വേകുമ്പോഴേക്കും ചമ്മന്തിക്കുള്ള ഉള്ളി, തക്കാളി, കറിവേപ്പിലൊക്കെ ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് ചമ്മന്തി അരക്കൽ. നിങ്ങളിങ്ങനെയാണെങ്കിലും ഒന്ന് പറയണം കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു എന്താണ് അന്ന് പുട്ട് ചുട്ടിട്ട് നമ്മൾ പ്ലേറ്റിൽ വെച്ചപ്പോൾ പറഞ്ഞു കാസറോൾ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാസറോൾ ഉണ്ട്, നമ്മൾ എന്താണ് അറിയോ, കഴിക്കാൻ നേരത്താണ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കിയത് ഇങ്ങനെ വേഗം അപ്പോൾ തന്നെ ആരെയിലൊക്കെ പ്ലേറ്റും കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് കാസറോൾ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇട്ടു, ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളപ്പയറുണ്ട്. അപ്പോൾ അത് ഉച്ചയാകുമ്പോഴേക്കുള്ള കറിയും കൂടെ ആക്കാം. അപ്പോൾ ഏതായാലും ഒരു ഗ്യാസ് അടുപ്പ് ഫ്രീ ആയിട്ട് ഇപ്പുറത്ത് കിടക്കണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കറിയും കൂടെ വെക്കാം. അപ്പോൾ നമ്മൾ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതിൽ രണ്ടാമത്തെ ഇഡ്ഡലി നമ്മൾ എടുത്തിട്ടുണ്ട്. 2 തട്ട് ഇഡ്ഡലിയാണ് കേട്ടോ എടുത്തടുത്ത്. 2 തട്ടല്ല, 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് എന്താണ് കറി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളപ്പയർ കറി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, അരി കഴുകി ചോറ് വെക്കാം. അപ്പോൾ വലിയ കുക്കറിൽ ചോറിനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും കറിയും ഗ്യാസിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പോയി റെസ്റ്റ് എടുത്ത് 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കാസറോൾ ഇഷ്ടമായവർക്ക് ഒരു ലൈക്ക് തരിക. ഓക്കെ, പിന്നെ നിങ്ങളും ഇങ്ങനത്തെ ചമ്മന്തി അരച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതാണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. പക്ഷെ നമ്മൾ എന്താണ് ബാക്ക് ക്യാമറ കൊണ്ട് വീഡിയോ എടുത്തത് എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്, എന്തൊക്കെ ഉൾപ്പെടുന്നതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഇഡ്ഡലി എടുത്തിട്ട് പോയി കഴിച്ചിട്ട്